നമസ്കാരം. ഇലക്ഷൻ കഴിഞ്ഞു, UDF വിജയിക്കുമെന്ന് LDF പോലും പറയുകയാണ്. CPMന്റെ നേതാക്കൾ തന്നെ പറയുകയാണ് പിണറായി വിജയൻ പോലും പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഭരണം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അടിപിടി നടക്കുകയാണ്. അതിന് സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിലുള്ള പ്രചരണമാണ് എല്ലാ ഗ്രൂപ്പുകളും നടത്തുന്നത് എന്നുള്ളതാണ് സത്യം. രമേശ് ചെന്നിത്തലയായാലും അതേപോലെ KC വേണുഗോപാലും VD സതീശൻ ആളുകളായാലും പരസ്യമായി തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ട് ചിരിക്കുകയാണ് പിണറായി വിജയനും സംഘവും. അവരെന്താണോ പ്രചരണത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇവിടെ യാതൊരു തർക്കവുമില്ല, നിങ്ങൾ ഭരിക്കുമ്പോൾ തമ്മിൽ സ്ഥാനത്തിന് വേണ്ടിയുള്ള മോഹവുമാണ് എന്ന് പറയിപ്പിക്കുവാൻ പിണറായി വിജയന് കഴിഞ്ഞു. ഇതാരാണ് കാരണക്കാരൻ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് നേതാക്കന്മാരിൽ ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് സ്ഥാനം കൊണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. രമേശ് ചെന്നിത്തല നേരത്തെ സംസ്ഥാന KPCC പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ്. അതോടൊപ്പം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, മുൻ MP ആണ്, മന്ത്രിയായിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ഔദ്യോഗിക സ്ഥാനം എന്ന് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ ഉയർന്ന സ്ഥാനത്താണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉള്ളത്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ UDFനെ നയിക്കുന്ന നായകനാണ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ആ അർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് VD സതീശൻ. എന്നാൽ അദ്ദേഹത്തെക്കാൾ പാർട്ടിയിൽ ഉന്നതൻ ആരാണ്? AICC സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. ഈ മൂന്ന് പേരും മുഖ്യമന്ത്രി ആവണമെന്നുള്ള രൂപത്തിൽ അനുയായികൾ പലതരത്തിലുള്ള പ്രചരണം നടത്തുകയാണ്. അതിൽ KC വേണുഗോപാലിൻ്റെ വേണ്ടിയുള്ള പ്രചരണമാണ് വല്ലാതെ ഇവിടെ എല്ലാവരെയും ഹരം പിടിപ്പിക്കുന്നത്. പ്രമുഖരായ നേതാക്കന്മാർ തന്നെ KC വേണുഗോപാലിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നിയാസ് അടക്കമുള്ള നേതാക്കന്മാരാണെങ്കിൽ മുമ്പ് പല എല്ലാ മേഖലയിലുള്ള നേതാക്കന്മാരെയും ഇറക്കിയിട്ടാണ് KC വേണുഗോപാൽ കളിക്കുന്നത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇറക്കിയത് സുധാകരനുണ്ട്. സുധാകരന് നമുക്കറിയാം VD സതീശനുമായി കുറച്ച് മാനസികമായ അകൽച്ചയുണ്ട്. ആ അകൽച്ച മുതലെടുത്താണ് സുധാകരനെ മുന്നിലിറക്കി KC വേണുഗോപാലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള വലിയ പ്രചരണം നടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്ന് വരുന്ന സന്ദർഭത്തിൽ ഇവിടെ കലാപമാണ്, തമ്മിൽ അടിച്ചു പിരിയലാണ്, നേതാക്കന്മാർക്ക് യാതൊരു ഐക്യവുമില്ല എന്ന് വരുത്തിക്കുന്നതിൽ ഇവിടെ വിജയിച്ചിരിക്കുന്നു പൊതുജനങ്ങളുടെ മുന്നിൽ. പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിയാണെന്നുള്ള വരുത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കും. ഇതിന് ആരാണ് ഉത്തരവാദിയായിട്ടുള്ള ആള്? നമ്മൾ കടന്ന് പിടിക്കേണ്ട ആള് KC വേണുഗോപാലാണ്. അദ്ദേഹമാണ് AICC സെക്രട്ടറി. AICC സെക്രട്ടറിയായ KC വേണുഗോപാൽ ഇലക്ഷൻ കഴിയുന്നവരെ പറഞ്ഞെന്താ, ഞാൻ കേരളത്തിലെ ഭരണത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ കേരളത്തിൽ ഭരണം വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏത് വിധേനയെങ്കിലും 10 വർഷമായി നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു കൊണ്ടുവരണം. ആ ഭരണം കിട്ടുന്നവരെ പോരാട്ടം തുടർന്ന് കൃത്യമായ ആളെ ഇവിടെ മുഖ്യമന്ത്രിയാക്കി ഇവിടെ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പലതവണ പറഞ്ഞിട്ടുള്ള ഒരാളാണ് KC വേണുഗോപാൽ. അങ്ങനെയുള്ള ഒരാളുടെ കീഴിലുള്ള ആളുകളാണ് മറ്റു രണ്ടുപേരും. അപ്പോൾ KC വേണുഗോപാലിൻ്റെ പേര് സുധാകരൻ ഇത്രയും ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തുകയും പരസ്യ പ്രസ്താവന നടത്തുകയും ഇതേപോലെ പല MLA ആയി മത്സരിച്ചിട്ടുള്ള ആളുകളും അതേപോലെ KPCCയുടെ ഭാരവാഹികളായ ആളുകളും പരസ്യമായി തന്നെ പ്രസ്താവനയുമായി വരുമ്പോൾ അദ്ദേഹം കമാന്നൊരു അക്ഷരം മിണ്ടാതെ അതെല്ലാം കേട്ട് ആസ്വദിക്കുക മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. VD സതീശനാകട്ടെ യാതൊരു ഒരു പ്രതികരണത്തിനും പോയിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി മറ്റു ചില കാര്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. രമേശ് ചെന്നിത്തലയാകട്ടെ കേരള യാത്ര എന്നുള്ള പ്രോഗ്രാം ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിഷൻസ് എല്ലാം കേരളത്തിനെ പറ്റിയുള്ള വിഷൻസ് ആണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അവിടെ വേറൊരു പ്രശ്നവും കാണില്ലെങ്കിലും അതും ഒരു തരത്തിൽ പ്രചരണം തന്നെയാണ്, തമ്മിൽ തല്ലുക എന്നുള്ളത് തന്നെയാണ്. VD സതീശന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് പോസ്റ്റുമായി രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഇത് പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്ന വികാരം എന്താണ്? കോൺഗ്രസിൽ വലിയ തമ്മിത്തല്ലാണ്. തമ്മിൽ തല്ലി ചാവട്ടട അവർ എന്നാണ് CPMന്റെ നേതാക്കന്മാർ പറയുന്നത്.
അതെ, തമ്മിൽ തല്ലി ചോരയൊഴുകി ചാവട്ടെ എന്ന് കേൾക്കാൻ എന്തിനാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരസ്പരമുള്ള പോർവിളികൾ നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. കഴിഞ്ഞ 10 വർഷത്തെ കേരളം മുടിച്ച ഒരു ഭരണത്തെയാണ് ഇവിടെ നിന്ന് ജനങ്ങൾ തൂത്തെറിയാൻ വേണ്ടി മുൻകൈയിട്ട് പ്രവർത്തിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ആദ്യത്തെ 5 വർഷം, അത് 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ആരായിരുന്നു മുഖ്യമന്ത്രി, ആരായിരുന്നു പ്രതിപക്ഷ നേതാവ്? നമ്മുടെ രമേശ് ചെന്നിത്തലയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ശക്തമായ രൂപത്തിലുള്ള പോരാട്ടമാണ് നടത്തിയത്. അദ്ദേഹം എത്ര അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ അദ്ദേഹം താഴെ തട്ടിലേക്ക് അതൊന്നും എത്തിക്കാൻ കഴിഞ്ഞില്ല, ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല, പാർട്ടിയെ സജ്ജമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ 2021 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ VD സതീശൻ അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ചെയ്തത് നിയമസഭയിൽ പോരാടുക മാത്രമല്ല, പിണറായി വിജയനെ വരച്ച വരയിൽ നിർത്തുക മാത്രമല്ല, വെറും 41 പേരുള്ള പ്രതിപക്ഷത്തെ ആകെ തകർന്നു കിടക്കുന്ന പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി നയിക്കുകയും എല്ലാവരെയും ഒരുമിപ്പിക്കുകയും തുടർന്ന് നടന്ന ഓരോ ഉപതെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടുകയും ചെയ്തു. അത് തൃക്കാക്കരയിലായാലും പുതുപ്പള്ളിയിലായാലും പാലക്കാടായാലും നിലമ്പൂരിലായാലും വൻ വിജയം നേടി. പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭയിലും വലിയ വിജയം നേടിക്കൊടുത്തു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹം പിന്നീട് കേരളത്തിൽ UDFനെ ഭരണത്തിലെത്തിക്കാൻ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ബൂത്ത് തല അടിസ്ഥാനത്തിൽ പ്രവർത്തനം സജ്ജമാക്കുകയും ഇലക്ഷനോടനുബന്ധിച്ച് കൃത്യമായി പുതുയുഗ യാത്ര നടത്തുകയും അത് വൻ വിജയമാക്കുകയും ചെയ്തു. അതുവഴി അദ്ദേഹം ഒരു ശക്തമായ നിലപാടുള്ള ആളും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയുന്ന ആളും അതുവഴി ഭരണത്തിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് ഇലക്ഷൻ കഴിയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അതാ വരുന്നു, അതുവരെ അങ്ങനെയൊന്നുമില്ല, ഞാൻ കേരളത്തിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ KC വേണുഗോപാലിന്റെ രംഗപ്രവേശം. അദ്ദേഹമാണ് ഇതെല്ലാം ചളമാക്കിയത്. അദ്ദേഹമാണ് മുകളിൽ AICCയുടെ അഖിലേന്ത്യാ സെക്രട്ടറി. അപ്പൊ എന്ത് ചെയ്യണം? അദ്ദേഹം കർശനമായി നിർദ്ദേശം കൊടുത്ത് എല്ലാവരോടും പറയേണ്ടത് എന്താണ്? ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ അന്ന് നമ്മൾ തെരഞ്ഞെടുക്കും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത്. അതിനു മുമ്പ് ആരും പരസ്പരം നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഒരക്ഷരം പോലും മിണ്ടാൻ പാടില്ല, പക്ഷപാതം പിടിക്കാൻ പാടില്ല, ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതെല്ലാം ആ സമയത്ത് AICC ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയേണ്ട ആളാണ്. എന്നാൽ അദ്ദേഹം മൗന സമ്മതം കൊടുക്കുകയാണ്. സുധാകരനാണെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത MLA-മാർക്കാണെങ്കിലും അദ്ദേഹം പരസ്പരം കലഹിക്കാനുള്ള സപ്പോർട്ട് കൊടുത്ത് കേരളത്തിലെ കോൺഗ്രസിനെ തമ്മിൽ തല്ലി ചാവാനുള്ള വഴിയൊരുക്കുകയാണ് KC വേണുഗോപാൽ. അദ്ദേഹമാണ് പറയേണ്ടത് കൃത്യമായി എല്ലാവരും ശാന്തരായിരിക്കണം. നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞു, ആ റിസൾട്ട് വരും, റിസൾട്ട് വന്ന് നമ്മൾ തെരഞ്ഞെടുക്കും. ആരെ തെരഞ്ഞെടുക്കും എന്നുള്ളത് നമുക്ക് അന്ന് നിശ്ചയിക്കാം. അന്ന് ഹൈക്കമാൻഡിന് അറിയാം കൃത്യമായിട്ട് ഇവിടെ ആരാണ് നയിക്കാൻ പറ്റുന്ന ആള്, അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു അന്തസ്സുണ്ടായിരുന്നു. പകരം KC വേണുഗോപാൽ ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാരെ തൻ്റെ പക്ഷത്താക്കി നാളത്തേക്ക് എന്തെങ്കിലും അവർക്ക് ഗുണം കിട്ടണമെങ്കിൽ കൂടെ നിൽക്കണമെന്ന് വാണിംഗ് കൊടുത്ത് അങ്ങനെ തമ്മിൽ തല്ലിക്കാണ്. അങ്ങനെ തമ്മിൽ തല്ലി പരസ്പരം ചോര കുടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിനെ. അതിൻ്റെ പരിപൂർണ ഉത്തരവാദി KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ ഒരു AICC സെക്രട്ടറി ആവാനുള്ള യോഗ്യതയില്ലാത്ത ഒരാളാണെന്ന് തെളിയിക്കുകയാണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായാൽ ശരിയാവുക? പിണറായി വിജയനേക്കാൾ കഷ്ടമായിരിക്കും നേരം KC വേണുഗോപാൽ എന്ന് ഇപ്പോഴേ നിശ്ചയിക്കാം. കാരണം തമ്മിൽ തല്ലിക്കുന്ന ഒരു ആളെയല്ല നമുക്ക് വേണ്ടത്, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നയിക്കുന്ന ഒരാളെയാണ് വേണ്ടത്. ആ ആള് നമ്മളെ കൈവശമുണ്ട്. ആ ആളെ ഹൈക്കമാൻഡ് തീർച്ചയായും തെരഞ്ഞെടുക്കുമെന്നുള്ള വിശ്വാസമാണ് ക്രൈമിനുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം അവസാനിക്കാൻ ഏറ്റവും പോരാട്ടം നടത്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് ക്രൈം. ഞങ്ങൾ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം, ഞങ്ങൾ ജീവൻ പണയം വെച്ചുള്ള പിണറായി വിജയനെതിരെയുള്ള കൃത്യമായുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു ഭരണം എന്ന് ഞങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. UDFനെ പരസ്യമായി പിന്തുണച്ചിരുന്നു. അത് ഇത്തവണത്തേക്ക് മാത്രമാണ്. കാരണം പിണറായി വിജയൻ മാറാൻ വേണ്ടി മാത്രമാണ്. UDFനാണ് സാധ്യത എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ്. മാത്രമല്ല VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കൃത്യമായുള്ള പ്രവർത്തനങ്ങൾ, നേതൃത്വ പാടവം, നിലപാടുകളെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരം സപ്പോർട്ട് നടത്തിയിട്ടുള്ളത്. അതെന്തെങ്കിലും ആവട്ടെ, ഈ അടിപിടി പരസ്പരം തമ്മിലുള്ള തല്ലി പിരിയുന്ന ഈ കാര്യങ്ങൾ
ഇന്നെങ്കിലും നിർത്താൻ വേണ്ടി അഖിലേന്ത്യാ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഇടപെടണം. KC വേണുഗോപാലിന് ഡൽഹിയിൽ ധാരാളം ജോലിയുണ്ട്. കേന്ദ്രം പിടിച്ചെടുക്കാനുള്ള എല്ലാ ജോലികളും അദ്ദേഹത്തിന്റെ തലയിലാണ്. രാഹുൽ ഗാന്ധിക്കൊടൊപ്പം നിന്നുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും പോരാട്ടം നടത്തി കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു ചെറിയൊരു സംസ്ഥാനം മാത്രമാണ്. അദ്ദേഹം കേരളത്തിലെ MP ആയിരിക്കാം, പക്ഷെ ആകെ 20 പേരുള്ള MP സ്ഥലമാണ്. അവിടെ 80 പേരുള്ള ഉത്തർപ്രദേശ് അടക്കമുള്ള സ്റ്റേറ്റുകൾ അവിടെ കിടക്കുന്നു. അതുപോലുള്ള വലിയ വലിയ സ്റ്റേറ്റുകൾ നാളെ സ്വന്തമായിട്ട് കോൺഗ്രസിനെ വളർത്തിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് KC വേണുഗോപാലിന് കൊടുത്തത്. ആ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന കോൺഗ്രസ്സുകാർ തമ്മിലുള്ള തമ്മിത്തല്ല് അവസാനിപ്പിക്കാൻ അദ്ദേഹം മുൻകൈ എടുക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നടത്തിയ കൊള്ളയ്ക്കും തട്ടിപ്പിനുമെതിരെയാണ് ഞാൻ പോരാടിയിട്ടുള്ളത്. അടുത്ത ഗവൺമെന്റും അതേപോലെയാണ് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതെങ്കിൽ ഞാൻ കോൺഗ്രസിനെതിരെയും തിരിയും. അതൊന്നും ഇനി എന്നെ സംബന്ധിച്ചോളം ബാധകമാവുന്ന പ്രശ്നമല്ല. കാരണം ഭരിക്കുന്നവർക്കെതിരെ സത്യസന്ധമായി വിമർശിക്കുന്ന ജോലിയാണ് എൻ്റെത്. കഴിഞ്ഞ തവണ 2 തവണയും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് നല്ല കാര്യം ചെയ്താൽ അവർക്ക് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ വിമർശിക്കും. പ്രതിപക്ഷത്തിന്റെ സ്ഥാനമാണ് ഒരു പത്രപ്രവർത്തകനുള്ളത്, പത്രസ്ഥാപനത്തിനുള്ളത്. അതുതന്നെയാണ് ക്രൈം എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴുണ്ടായുള്ള തമ്മിത്തല്ല്, അടിച്ചു പിരിയൽ അവസാനിപ്പിക്കാൻ വേണ്ടി KC വേണുഗോപാൽ മുൻകൈ എടുക്കും. അതേപോലെ എല്ലാവരും 24-ാം തീയതി കഴിഞ്ഞ് ഹൈക്കമാൻഡ് നല്ല കൃത്യമായ ഒരു തീരുമാനമെടുത്ത് കൃത്യമായുള്ള ആളെ തന്നെ മുഖ്യമന്ത്രിയെ നിയമിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം.